ഹായ് ഫ്രണ്ട്സ്, കുങ്ഫു ആൻഡ് ഫിറ്റ്നസ് ഗൈഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഫെലിക്സ് ജോഷി. ഇന്ന് നമ്മൾ പഞ്ച് ട്രെയിനിങ് ആണ് ചെയ്യുന്നത്. ഒരു നല്ല പഞ്ച് എങ്ങനെ ചെയ്യാമെന്നും അതിനെന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ പോകാം. 4 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അതിൽ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഫിസ്റ്റ് ടൈറ്റ് ചെയ്യുന്ന ഒരു രീതി തന്നെയാണ്. ആ ഫിസ്റ്റ് ടൈറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം, സാധാരണ നമ്മൾ പഞ്ച് ചെയ്യുമ്പോൾ ഫിസ്റ്റ് ഇതുപോലെ മുറുക്കി പിടിച്ചിട്ടാണ് പഞ്ച് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ അങ്ങനെ പഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വിരലുകളിലേക്കൊക്കെ ഇഞ്ചുറി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ടൈറ്റ് ചെയ്യുന്ന ഒരു രീതി പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നിങ്ങൾ കൈകൾ ഇതുപോലെ ഇങ്ങനെ പിടിക്കുവാണെങ്കിൽ, സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ പിടിക്കുവാണെങ്കിൽ നമ്മൾ ആദ്യത്തെ ഒരു ബെൻഡ്, ഈ ഒരു ബെൻഡ് നന്നായിട്ട് ചേർക്കുക, ഒന്ന് ടൈറ്റ് ചെയ്യരുത്. അതിനുശേഷം നമ്മൾ അടുത്തൊരു ബെൻഡിലേക്ക് കിടക്കുക, ഇതും ടൈറ്റ് ചെയ്യുക. അതിനുശേഷം മാത്രം ഈ ഒരു തള്ളവിരൽ ഇതിൻ്റെ പുറകിലേക്ക് ഉണ്ടാകും, ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്യുക. ഇങ്ങനെ ടൈറ്റ് ചെയ്യുമ്പോഴത്തേക്കാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഫോഴ്സ്. നിങ്ങളിങ്ങനെ നോർമലൊന്ന് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഇങ്ങനെ പിടിച്ച് ടൈറ്റ് ചെയ്യുന്നതും ഓരോ ബെൻഡായിട്ട് കണ്ടാൽ ഇതിലേക്കൊന്ന് ഫോക്കസ് ചെയ്ത് ടൈറ്റ് കൊടുത്തിട്ട് ഇത് ഇങ്ങനെ ലാസ്റ്റായിട്ട് ഇങ്ങനെ ചേർക്കുമ്പോഴും നമ്മുടെ ഈ ഒരു ഇവിടെ വരുന്ന ഒരു പവറിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യം ആദ്യം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഫിസ്റ്റ് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ ഒരു പഞ്ചിലേക്ക് കൊള്ളുന്ന സമയത്ത് നമുക്ക് ഇവിടെ നല്ല ഫോഴ്സ് ഇല്ലെന്നുണ്ടെങ്കിൽ, ഇവിടെ ബലമില്ലെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങോട്ട് ബെൻഡാകുകയോ അതല്ലെങ്കിൽ താഴേക്ക് ഉണ്ടാകും ഇതുപോലെ ഒന്ന് മടങ്ങുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നല്ല രീതിയിലുള്ള പെയിനും ഇഞ്ചുറിയും സംഭവിക്കും. അപ്പോൾ നമ്മളിവിടെ നല്ല ടൈറ്റ് നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പഞ്ച് നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ നോർമലി പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഈ റിസ്റ്റിലേക്ക് ഒരു വർക്കൗട്ട് കിട്ടുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് ഇതുപോലെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. കുറച്ച് തവണ ചെയ്ത് റൊട്ടേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് റിസ്റ്റിന് ഫോഴ്സ് കൂട്ടാൻ സഹായിക്കും. അതുപോലെ പുഷപ്സ്, നെക്കിൽ പുഷപ്സ് എടുക്കുന്നതും നമ്മൾ ഈ ഒരു ഭാഗം സ്ട്രെങ്തൻ ചെയ്യാൻ സഹായിക്കും. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പഞ്ച് ചെയ്യുമ്പോഴത്തേക്കും ഫോക്കസ് ചെയ്യുന്ന രീതിയാണ്. നമ്മളെ നെക്കിളിൽ ഈ ഒരു 2 ഭാഗമാണ്, ഇപ്പുറത്തേക്കല്ല കണ്ടോ, നമ്മൾ ഈ ഒരു ഫ്രണ്ട് വശം, ഈ ഒരു 2 ഭാഗമാണ് നമ്മൾ ആ പഞ്ചിലേക്ക് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ചെന്ന് നമ്മൾ പുഷപ്സ് ചെയ്യുമ്പോഴും നിങ്ങൾ താഴെ പുഷപ്സ്, നെക്കിൾ പുഷപ്സ് ചെയ്യുന്ന സമയത്തും ഈ 2 ഭാഗം വേണം താഴെ ടച്ച് ആവാണ്ട്, കൈ ചരിഞ്ഞ് പോകരുത്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചേക്കുക. അടുത്തൊരു കാര്യം, പഞ്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഇവിടുന്ന് പഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നു, പക്ഷേ പഞ്ച് തുടങ്ങിയിട്ട് നമ്മൾ തീരുന്നത് ഇതുപോലെ പഞ്ച് തുടങ്ങിയിട്ട് നമ്മൾ ആ പഞ്ചിൻ്റെ സർഫേസിലേക്ക് വരുന്ന സമയത്ത് റിസ്റ്റ് ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ടാണ്, ഈ ഒരു ഭാഗത്തുനിന്ന് വന്നിട്ട് ഇതുപോലെ ട്വിസ്റ്റ് ചെയ്തിട്ടാണ്, ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തുകൊണ്ടിട്ടാണ് പഞ്ച്, നോർമൽ പഞ്ച് സർഫേസിലേക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ പഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈയുടെ ഒരു ഫോഴ്സ് മാത്രമല്ല, നമ്മുടെ ബോഡിയുടെ ടോട്ടൽ ബോഡിയുടെ ഒരു വെയിറ്റാണ് നമ്മൾ ഈ പഞ്ചിലേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് നമ്മളുടെ ഒരു സ്റ്റാൻസിൽ നിന്ന്, നമ്മുടെ ഗ്രൗണ്ടിൽ നിന്നാണ് നമ്മൾ ആ ഒരു വെയിറ്റ്, നമ്മുടെ ബോഡി വെയിറ്റ് നമ്മൾ ഇതിലേക്ക് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് കുങ്ഫുവിൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത്, പഞ്ച് ട്രെയിൻ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഹോൾഡ് സ്റ്റാൻസിൽ ലെഗ് ഇതുപോലെ വൈഡ് ചെയ്ത് വെച്ചിട്ട്, നിങ്ങളിത് പലരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ വൈഡ് ചെയ്ത് വെച്ചിട്ടാണ് കൈകൾ ഇതുപോലെ ടൈറ്റ് ചെയ്ത് വെക്കുക, ചെസ്റ്റിനോട് ചേർത്ത് മുകളിലേക്ക് അപ്പ് ചെയ്ത് ടൈറ്റ് ചെയ്ത് വെക്കുക. ഇവിടെ നിന്ന് ബ്രീത്ത് ഇൻ ചെയ്യുക, ശ്വാസം ഉള്ളിലേക്ക് വലിക്കുക. ഔട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിന്ന് തിരിച്ച് അടുത്തൊരു പഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ പഞ്ച് ചെയ്ത കൈ പുൾ ബാക്ക് ചെയ്യുക. നെക്സ്റ്റ് അടുത്തൊരു പഞ്ച്. ഈ ഒരു രീതിയിലാണ് പഞ്ച് ചെയ്യുന്നത്. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു രീതിയിൽ തന്നെ ഫോഴ്സ് കൊടുത്താൽ, നമ്മളെ ബ്രീത്തിൻ്റെ ഒരു ഫോഴ്സ്, ബ്രീത്ത് റിലീസ് ചെയ്യുമ്പോഴുള്ള ഒരു ഫോഴ്സ് കൊടുത്തുകൊണ്ട് തന്നെ പഞ്ച് പ്രാക്ടീസ് ചെയ്യാം. ഇത് ഫാസ്റ്റ് ആകുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു പഞ്ചിൻ്റെ ഒരു ടൈമിങ്ങും അതുപോലെ ബ്രീത്തിൻ്റെ ടൈമിങ് മാറുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഡീപ്പായിട്ട് നമ്മൾ ബേസിക് പഞ്ച് ചെയ്ത സ്ഥലത്ത് നമ്മൾ ഒരു അഡ്വാൻസ് പഞ്ചിലേക്ക് അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പഞ്ച് ഫാസ്റ്റ് ആകാൻ നേരത്ത് ഇവിടുന്ന് ഇതുപോലെ നമ്മളൊരു ബ്രീത്തിങ്ങിൻ്റെ ഒരു ടൈമും പഞ്ചിൻ്റെ ഫോഴ്സും അതനുസരിച്ച് മാറും. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു രീതി മനസ്സിലാവും. അപ്പോൾ നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി നമ്മളൊരു ഫൈറ്റിൻ്റെ ലെഗ് ഒന്ന് ഒരു കാലൊന്ന് ഫ്രണ്ടിലേക്ക് വെക്കുക. ഇനി കൈകൾ നിങ്ങളുടെ ഫേസിലേക്ക്, നമ്മുടെ മുഖത്തിന് നേരെ ഫേസിലേക്ക് ഗാർഡായിട്ട് ഇതുപോലെ വെക്കുക. ഇനി ഇവിടുന്ന് വിരലുകൾ ഇതൊന്ന് ടൈറ്റ് ചെയ്യുക. ഇനി ഇത് നേരെ ഫേസിനോട് ചേർക്കണം. ഈ ഒരു പൊസിഷനിലാണ് ഇത് വരേണ്ടത്. ഇവിടെ നമുക്കൊന്ന് പഞ്ച് ചെയ്ത് നോക്കാം. ഉണ്ട്, ഇവിടെ നിന്ന് നിങ്ങളുടെ റൈറ്റ് ഹാൻഡിൽ ഫസ്റ്റ് പഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് പഞ്ച് പുഷ് ചെയ്യുന്ന സമയത്ത് ഈ കൈയിനെ ഇതുപോലെ ഒന്ന് ടേൺ ചെയ്യുന്നുണ്ട്, നമ്മൾ റിസ്റ്റ് ഇതുപോലെ ഒന്ന് തിരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ആ ഒരു പഞ്ച് കൊള്ളുന്ന ഒരു സർഫേസിൽ എത്തുന്ന സമയത്താണ് ഈ ഒരു ട്വിസ്റ്റ് വരുന്നത്. അപ്പോൾ പഞ്ച് ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചേക്കുക. 1 2 1 2 1 2 1 2 1 2 1 2 ഇതുപോലെയാണ് പഞ്ച് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഈ ഒരു പൊസിഷനിലൊക്കെ ഒന്ന് ഗാർഡ് ചെയ്യുക, ഈ ഒരു പാർട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. ബോഡിയുടെ ആ ഒരു വെയിറ്റ് കൂടി നമ്മൾ ആ പഞ്ചിലേക്ക് കൊടുക്കുന്നുണ്ട്. നമ്മളെ കൈ മാത്രമല്ല, കൈയുടെ ഒരു ഫോഴ്സ് മാത്രമല്ല, ടോട്ടൽ ബോഡിയുടെ. അപ്പോൾ അതിന് നമ്മൾ ടോട്ടൽ ബോഡിയുടെ ഇത് കൊടുക്കുമ്പോൾ നമ്മുടെ ലെഗിൽ നിന്നാണ് ആ ഒരു ഫോഴ്സ് കൊടുക്കുന്നത്. ഈ നിൽക്കുന്ന പൊസിഷനിൽ ലെഗ്, ഹിപ്പ്, അതുപോലെ തന്നെ
ബോഡിയിലേക്ക് ഷോൾഡറിലേക്ക് വന്നുകൊണ്ട് ഇവിടെ നിന്നാണ് ഒരു ടേൺ കൊടുക്കുന്നത്. എങ്കിൽ മാത്രമേ നമുക്കൊരു ഫുൾ ഫോഴ്സിൽ നമുക്ക് ആ ഒരു പഞ്ചിൽ അടിക്കാൻ സാധിക്കുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ഈ കൈയുടെ ഒരു വെയിറ്റ് മാത്രം ആ പഞ്ചിലേക്ക് കിട്ടുള്ളൂ. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിന്ന് കുങ്ഫുവിലെ നോർമൽ പഞ്ച് മാത്രമാണ് ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകൾ ആവശ്യമുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.